കാരണം പാകിസ്ഥാൻ അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതൽ, ഈ പറയുന്ന ലേബറും പരിപാടിയെല്ലാം ഈ ഇന്ത്യക്കാരുടെ ജോലി അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാറും കീറും ക്ലാപ്പും ഒന്നും ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നു അവര് സൗദി അറേബ്യയിൽ പോയി ന്യൂക്ലിയർ വെപ്പൺസ് അവിടെ കൊടുക്കുമെന്ന്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കാര്യം എന്താ? അതായത് പാകിസ്ഥാനിലിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസിന്റെ എൻറ്റയർ കോൺട്രാക്ട് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്തും അത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടേഴ്സാണ്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ സൗദി അറേബ്യക്ക് ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടുള്ളത് സുന്നി രാജ്യങ്ങളിൽ നിന്നല്ല, ഷിയ രാജ്യങ്ങളിൽ നിന്ന്. നാളെയും ഇറാൻ പൊട്ടൻഷ്യൽ ത്രെട്ടാകും. ഇതേപോലെ ഷിയ മിലിറ്റന്റ് അവർക്ക് പൊട്ടൻഷ്യൽ ത്രെട്ടാകും. ഇതേപോലെ തന്നെ ഹൂത്തികൾ അവർക്ക് പൊട്ടൻഷ്യൽ ത്രെട്ടാകും. ഇതൊരു ഘടകമാണ്. കൂടുതലായിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരും അവിടെ പോകാനുള്ള ബേസിന്റെ സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്തൊരു പ്രത്യേകിച്ചൊരു കാര്യം ഞാൻ എടുത്തു പറയാം. ഈ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അമേരിക്കൻ വെപ്പൺസും, പ്രത്യേകിച്ച് F-16 ആണെങ്കിലും മറ്റുള്ള വെപ്പൺസും കൂടുതലും ചൈനയുടെ ഉപയോഗിക്കുന്നത്. പക്ഷെ അവരുടെ ശരിക്കും അമേരിക്കൻ വെപ്പൺസ് ഉണ്ട്.